എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് മെയ് 20-ാം തീയതിയോടെ പ്രസിദ്ധീകരിച്ചേക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷൻ ക്യാമ്പുകൾ ഏകദേശം ഈ ആഴ്ചയോടെ തന്നെ അവസാനിച്ചേക്കും. അപ്പോൾ ഇനി ഡബിൾ വാല്യുവേഷൻ ചെയ്യപ്പെടുന്ന ക്യാമ്പുകളാണുള്ളത്. അതായത് വിദ്യാർത്ഥികളുടെ +2-ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നീ സബ്ജക്റ്റുകളാണ് ഡബിൾ വാല്യുവേഷൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഡബിൾ വാല്യുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പർ 2 അധ്യാപകർ ചെക്ക് ചെയ്യുകയും അതിൽ 10% മാർക്ക് വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ അതിൽ മികച്ച സ്കോർ എടുക്കുകയും 10%ഓ അതിൽ കൂടുതലോ മാർക്ക് വ്യത്യാസം വരികയാണെങ്കിൽ മൂന്നാമതായിട്ടൊരു ടീച്ചർ നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യും. ആ ഒരു മൂന്നാമതായിട്ട് നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്ത ടീച്ചർ എത്ര മാർക്കാണോ നിങ്ങൾക്ക് നൽകുന്നത് ആ ഒരു മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുക. ഇതാണ് ഡബിൾ വാല്യുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാമ്പുകൾ ഏകദേശം ഈ ആഴ്ചയോടെ തന്നെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ആ ഒരു ക്യാമ്പുകൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ടും ഏകദേശം മെയ് 20-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ ഒരു വാല്യുവേഷൻ ക്യാമ്പ് കംപ്ലീറ്റ് ചെയ്ത ശേഷം പിന്നീട് ടാബുലേഷൻ വർക്കുകളാണ് നടക്കുക. ടാബുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കുള്ള ആ ഒരു ഗ്രേസ് മാർക്കൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം 90% എബോവ് മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ വർഷം അതേ രീതിയിൽ തന്നെ ആവാനാണ് സാധ്യത. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ +2-ൻ്റെ മാർക്കിനോടൊപ്പമാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. +1 മാർക്കിൻ്റെയോടൊപ്പം ഈ ഒരു ഗ്രേസ് മാർക്ക് +1-ൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. kerala-results.nic.in എന്ന വെബ്സൈറ്റോ kite.kerala.gov.in എന്ന വെബ്സൈറ്റോ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് DHSC സെക്കൻഡ് ഇയർ റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇതുപോലെയാണ് ആ ഒരു കാണാൻ സാധിക്കുക. DHSC റിസൾട്ട് 2024 എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നിങ്ങളുടെ റോൾ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകാനുള്ള ഭാഗം. അവിടെ ആ ഒരു ഡീറ്റെയിൽസ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ഈ ഒരു ഡീറ്റെയിൽസുകൾ നൽകി സബ്മിറ്റ് ചെയ്തുകൊണ്ട് അറിയാൻ സാധിക്കും. ഇതിന് സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു സിമ്പിൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂൾ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ടും അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്കൂൾ വൈസ് റിസൾട്ടിൽ നിങ്ങളുടെ CE ഉൾപ്പെടെയുള്ള മാർക്കാണ് കാണാൻ സാധിക്കുക. അതേസമയം ഇൻഡിവിജ്വൽ റിസൾട്ടിൽ സെപ്പറേറ്റ് CE മാർക്ക് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ CE മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു 60 മാർക്ക് വിഷയത്തിൽ 18ഉം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 80 മാർക്കിൻ്റെ വിഷയത്തിൽ 24 മാർക്കും നേടണം. 2 വർഷവും കൂടി ടോട്ടൽ ഒരു വിഷയത്തിന് 60-ൽ നിങ്ങൾക്ക് ഈ ഒരു 36 മാർക്കും അതുപോലെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ ആണെങ്കിൽ 48 മാർക്കും നേടണം. 6 മാർക്ക് നേടാത്ത വിദ്യാർത്ഥികൾക്ക് +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നതായിരിക്കും. അതിനുള്ള അപേക്ഷ ഏകദേശം റിസൾട്ട് വന്ന് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷ നൽകാനായിട്ട് ആ ഒരു സർക്കുലർ വരുന്നതാണ്. റിസൾട്ട് വന്ന ശേഷം അടുത്ത ദിവസം തന്നെ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് +2 ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, അതുപോലെ ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.